പ്രൈസ് ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് എഫാത്ത കുടുംബം നമ്മൾ ഒന്നിച്ച് ഏറ്റെടുക്കുന്ന തിരുവചനം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും ഏതവസ്ഥയിലും നമ്മൾക്ക് ശക്തി പകരുന്ന ഹൃദയസ്പർശിയായ ചില തിരുവചനങ്ങൾ. എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് ആശ്വാസം നൽകിയ വചനം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ശങ്കോട് ചേർക്കുന്ന ഈശോയുടെ സ്നേഹം ഈ വചനത്തിലൂടെ നമുക്ക് രുചിച്ചറിയാൻ പറ്റും. ഇത് എൻ്റെ കൗൺസിലിംഗ് മേഖലയിൽ അനേകരുടെ ജീവിതത്തിൽ പകർന്നു കൊടുത്തപ്പോൾ പല മക്കളുടെയും ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളും സമാധാനവും ശാന്തിയും കിട്ടിയ തിരുവചനമാണ്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതൊരു പകർപ്പായിട്ട് തരാനായിട്ട് വചനം ഏറ്റെടുക്കുമ്പോൾ വചനം നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കും. സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് ഈശോയാണ്. ഈശോയെ ചേർത്ത് പിടിക്കേണ്ടത് തിരുവചനമാണ്. ഈശോ പറയുന്നില്ല, വചനമാണ് ഈശോ. രക്തത്തിൽ മുക്കിയ മേലങ്കിയാണ് വചനം. ഈ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ച് പല മേഖലകളിലും സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഏത് പ്രതിസന്ധിയിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളും തകർച്ചകളും ഉയർച്ചകളൊക്കെ ഈശോ തന്നിട്ടുണ്ട്. ഏത് തകർച്ചയിലും എന്നെ ഉയർച്ചയിലേക്ക് എത്തിച്ചത് ഈ മേലങ്കി പൊതിഞ്ഞതുകൊണ്ടാണ്. ഇന്ന് ഈ മേലങ്കി നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ തരുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് ആദ്യത്തെ സക്രാരിയായി മാറിയ പരിശുദ്ധ അമ്മ, വചനത്തെ ഉദരത്തിൽ വഹിച്ചവൾ, ഇന്ന് ഈ അമ്മ നമ്മുടെ ജീവിതത്തിൽ കാനായിലെ കല്യാണ വീട്ടിൽ അത്ഭുതം പ്രവർത്തിച്ച അമ്മ, കാലിയായ കൽവരിനെ നിറച്ചു കൊടുത്ത അമ്മ, ഇന്ന് നമ്മുടെ ഹൃദയത്തിലെ കാലിയായ ദുഃഖത്തിൻ്റെ ആ കൽവരനെ സന്തോഷമാക്കി നിറച്ചു തരാൻ അമ്മ ഓടി വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചനം ഏറ്റെടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. വചനം ഒന്നെങ്കിൽ വീഡിയോ ഓപ്പൺ ചെയ്ത് കേൾക്കാം. ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വചനം കൊട്ടേഷൻ നിങ്ങളിങ്ങനെ വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന മേഖലകളാണ് വചനം. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, വചനം എഴുതുമ്പോൾ, കണ്ണുകൊണ്ട് നമ്മൾ നോക്കി വായിക്കുമ്പോൾ കണ്ണിന് സൗഖ്യം കിട്ടും, അതരത്തിന് സുഖം കിട്ടും, ശരീരത്തിന് ഭയങ്കരമായ ഒരു അഭിഷേകം നിറയും. കൈകൊണ്ട് എഴുതുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് മാംസം ധരിക്കും. ദൈവം ഏത് മേഖലയാണെന്നോ നിങ്ങളെ പ്രേരണ തരുന്നത് അതനുസരിച്ച് ഏറ്റെടുത്ത് വചനം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്തും നിങ്ങൾ പരാജയപ്പെടുത്തത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ അവിടെയെല്ലാം സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. വചനത്തെ ഉദരത്തിൽ വഹിച്ച അമ്മയും വചനം മാംസം ധരിച്ച ഈശോയും നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ആരെയും പേടിക്കണ്ട. ഡോണ്ട് വറി. നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 121:5 പറയുന്നു, കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ചിന്തിക്കണം, ഈ വചനം വായിച്ചിട്ട് ഈശോ എൻ്റെ തൊട്ടടുത്തുണ്ട്, എൻ്റെ വലതു ഭാഗത്ത് അവൻ നിൽപ്പുണ്ട്, ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്? വീണ്ടും തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഹബക്കുക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-ാം തിരുവചനം, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, ഉന്നത തലങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, വേറെ ആരുമല്ല നമ്മുടെ ബലം. ഉന്നതത്തിലേക്ക് ഉയർത്താൻ ഇവിടുന്ന് ഈശോയ്ക്ക് പറ്റും. വീണ്ടും സങ്കീർത്തനം 115:12 പറയുവാണ്, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും, അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹറോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും. പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ, ഒത്തിരി പ്രാർത്ഥിച്ച് മടുത്ത് നിൽക്കുമ്പോൾ ദൈവത്തിന് പോലും വേണ്ടാത്തൊരു ജീവിതവും നമ്മൾ ചിന്തിക്കാറുണ്ട്. എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു അനുഗ്രഹം കിട്ടാത്തൊരു ജീവിതം. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പേരൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഒരു നിയോഗവും ഈശോ സാധിച്ചു തരുന്നില്ല എന്ന് തോന്നുന്ന നിമിഷത്തിൽ ഈ വചനം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മളെക്കുറിച്ച് വിചാരമുള്ള കർത്താവ് നമുക്ക് കാണാൻ പറ്റും. നിന്നെ അനുഗ്രഹിക്കാനും നിന്നെ ആശീർവദിക്കാനും നിന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കാനും ഈശോടി വരുന്ന വചനമാണ്. വീണ്ടും തിരുവചനം നമുക്ക് ശക്തി തരുന്നു. സങ്കീർത്തനം 40:7 കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്, എന്നെപ്പറ്റി കരുതലുള്ള കർത്താവുണ്ട്. ഭർത്താവ് എന്നെ അറിയുന്നില്ല, എൻ്റെ പേരൻസ് എന്നെ അറിയുന്നില്ല, എൻ്റെ കൂട്ടുകാരെന്നെ അറിയുന്നില്ല, പക്ഷേ എൻ്റെ കർത്താവിന്
നിന്നെപ്പറ്റി കരുതലുണ്ട്. ആ കരുതലുള്ള കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വചനം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ ഈ നിമിഷം നിൻ്റെ ജീവിതത്തിൽ അനുഭവം അനുഗ്രഹം കാണാൻ പറ്റും. സങ്കീർത്തനം 16:8 കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതു ഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങുകയില്ല. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ എൻ്റെ നടുവിൽ കടന്നു വരുമ്പോൾ, ചില സ്ഥലങ്ങളിലൊക്കെ ഹൗസ് വിസിറ്റിങ്, ചില കോൺവെൻറ്റിലൊക്കെ വിസിറ്റ് കഴിഞ്ഞ് കടന്നു വരുമ്പോൾ ഭീഷണിയുടെ സ്വരം ഞാൻ കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ വഴിമുട്ടി പോകുന്ന ചില അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. നിന്റെ ശുശ്രൂഷ ഞാൻ നിർത്തുന്നത് വെല്ലുവിളിച്ചവരുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ വചനമൊക്കെ ജീവൻ വെച്ചിട്ടുണ്ട്, മാംസം ധരിച്ചിട്ടുണ്ട്. അത് ഒന്നും മൈൻഡ് ചെയ്യാതെ, ഒരു കുലുക്കവും ഇല്ലാതെ ഞാൻ മുന്നോട്ട് പോകും. കാരണം ഈ വചനമാണ്. സങ്കീർത്തനം 16:8 കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ടെന്നും അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുണ്ടെന്നും അതുകൊണ്ട് ഞാൻ ഒട്ടും ഒന്നിനെയും മൈൻഡ് ചെയ്യത്തില്ലെന്നൊരു തൻ്റെ ഇടം തരുന്ന വചനമാണിത്. സ്നേഹത്തോടെ ഏറ്റെടുത്തേ. വീണ്ടും 2 ദിനവൃത്താന്തം 16:9 തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. നമ്മുടെ മർക്കട മുഷ്ടിയൊക്കെ ഒന്ന് മാറ്റണം. ഞാനെന്ന പാപമൊക്കെ ഒന്ന് മാറ്റണം. പാപാവസ്ഥ നിറഞ്ഞ സാഹചര്യം എന്നുള്ള ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന മനോഭാവത്തെ ജീവിക്കുമ്പോൾ, ബുദ്ധിയുടെ തലങ്ങളൊക്കെ മാറ്റിവെച്ച് നിൽക്കുമ്പോൾ, എളിമപ്പെടുമ്പോൾ ദൈവകൃപ സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ ആ നോട്ടം നമ്മളെ നോക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. വീണ്ടും തിരുവചനം ഏശയ്യ 49:23 എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് ഇന്ന് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ, പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇവിടെ ഹിന്ദുവാണെന്നൊരു തള്ളിപ്പറയുന്ന കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ കേൾക്കാറുണ്ട്. എൻ്റെ കർത്താവിന് വേണ്ടി കാത്തിരുന്ന് എൻ്റെ ഈശോയെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ്, എൻ്റെ ഈശോയെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചു കഴിഞ്ഞ് ഈ നിമിഷം വരെ എന്നെ ഒരു സ്ഥലത്തും ഈശോ തോൽപ്പിച്ചിട്ടില്ല, എന്നെ ഒരു സ്ഥലത്തും പരാജയപ്പെടുത്തിയിട്ടില്ല. പക്ഷെ സങ്കടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, സഹനങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് പോലും, ഒരു വ്യക്തിയുടെ മുൻപിൽ പോലും ഞാൻ താന്നു പോയിട്ടില്ല. എൻ്റെ ഈശോ എവിടെ താഴുന്നോ മനുഷ്യൻ്റെ മുമ്പിൽ, അവിടെ എൻ്റെ ഈശോയുടെ മുമ്പിൽ ഞാൻ ഉയർന്നാൻ നിൽക്കുന്നത്. ഈ വചനം ചേർത്ത് പിടിക്കുക. വീണ്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് 1 പത്രോസ് 3:15 നമുക്ക് ചേർത്ത് വെക്കാം. ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവിൻ. ക്രിസ്തുവിനെ കർത്താവായിട്ട് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടവനായിട്ട്, എല്ലാം അറിയുന്ന തമ്പുരാനായിട്ട് ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട്, വചനത്തെ സ്നേഹത്തോടെടുത്തുകൊണ്ട്, നമ്മളെക്കുറിച്ച് വിചാരമുള്ള ദൈവത്തെയും നമ്മളെ ആശീർവദിക്കാനുള്ള ദൈവത്തെയും നമ്മളെ ഏതവസ്ഥയും പൊതിഞ്ഞു പിടിക്കാൻ പറ്റുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനം കൊണ്ട്, ആ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചുകൊണ്ട് ഏത് പ്രശ്നത്തെയും അതിജീവിക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ, നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ട നിങ്ങളെ പൊതിയട്ടെ. ഓരോ നിമിഷവും അഭിഷേകമുള്ള വ്യക്തിത്വത്തിന് ഉടമകളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.